ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ജിലേബിയാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജിലേബിയുടെ ഒരു സെയിം ടേസ്റ്റിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ജിലേബിയുടെ ബാറ്റർ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇതിനു പകരം യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് യോഗട്ട് ചേർക്കുകയാണ്. ഇതിനു പകരം അധികം പുളിയില്ലാത്ത തൈര് ചേർത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. വെള്ളം കൂടി പോകരുത്. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ റെഡിയാക്കാം. നമ്മളിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ബാറ്റർ കുറച്ചുകൂടി ലൂസാവും. ബാറ്റർ ഒരുപാട് ലൂസായാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ജിലേബി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ജിലേബിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഈ ബാറ്റർ ചെറുതായിട്ടൊന്ന് പുളിച്ച് വരും. ഇനി നമുക്ക് ജിലേബിക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് അധികം പരപ്പില്ലാത്തൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് തണുത്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ആവാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. ഇത് നന്നായി തിളച്ച് പഞ്ചസാരയെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കുമ്പോൾ ഈ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള സിറപ്പാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് ഈ ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ആക്കാം. ഇപ്പോൾ ബാറ്റർ എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോർണർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ ബാറ്റർ ചുറ്റിച്ചിട്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കാം. ആദ്യം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ബാറ്റർ ചുറ്റിച്ചൊഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചാൽ മതി. ഓയിൽ നല്ല ചൂടുണ്ടെങ്കിൽ ജിലേബി കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമ്മുടെ ജിലേബി നല്ല ക്രിസ്പ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ 2 സൈഡും നന്നായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഓരോ ജിലേബി ആയിട്ട് എടുത്തിട്ട് നമുക്കിത് ഷുഗർ സിറപ്പിലിട്ട് വെക്കാം. ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിലാണ് ജിലേബി ഇടേണ്ടത്. ഈ സിറപ്പ് നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ഇതിലിട്ട് വെക്കുമ്പോൾ ഈ ജിലേബിയുടെ ക്രിസ്പിനെസ് എല്ലാം പോയിട്ട് സോഫ്റ്റ് ആവും. ഇനി ഈ ജിലേബിയുടെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പെല്ലാം എത്താനായിട്ട് ഒരു 30 സെക്കൻഡ്സ് ഈ സിറപ്പിലിട്ട് വെക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ജിലേബി സിറപ്പിൽ നിന്ന് മാറ്റാം. ഈ ജിലേബി പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ജിലേബി ഇതേപോലെ 2-3 ദിവസം കേടാകാതെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.